കാർ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ അവരെന്തായാലും ചോദിച്ചിരിക്കും വണ്ടി കൊടുക്കുന്നുണ്ടോ. ആകെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിലുള്ള ആൾക്കാർക്ക് കുറച്ചൊരു കൺജസ്റ്റഡ് ആയിരിക്കും. ഒരു ഡിമാർട്ടായി തോന്നിയത് ഇതിലൊരു ക്യാമറ കുറവുണ്ടായിരുന്നു. ഒരു വണ്ടി ഇടിച്ചാൽ തന്നെ നമ്മൾ സേഫ് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓറഞ്ച് സോൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് 2010 ഇറങ്ങി 2022 വരെ ഇന്ത്യയിൽ വെട്ടിത്തിളങ്ങി നിന്ന ഒരു വണ്ടിയാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, യൂറോപ്യൻ മാർക്കറ്റ്സിലാണെങ്കിലും വേൾഡ് വൈഡ് ആണെങ്കിലും അതിന് ആരാധകർ അധികമാണ്. ഇപ്പൊ യുവാക്കളുടെയൊക്കെ ഒരു ഹരമായിട്ടുള്ള ഒരു വണ്ടിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. സോ ഇതാണ് ആ ഒരു വണ്ടി. പോളോ GT ആക്ച്വലി ഇന്ത്യയിൽ വന്നത് പല വേരിയന്റുകളായിട്ട് വന്നു. അതായത് GT ആയിട്ട് വന്നു, GTI ആയിട്ട് വന്നു, 3 ഡോറും അതേപോലെ തന്നെ 5 ഡോർ വേർഷൻസ് ഒക്കെ ആയിട്ട് വന്നു. പിന്നെ TDI എൻജിൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ടും ഈ ഒരു 12 വർഷം ഇന്ത്യയിൽ തന്നെ നല്ലോണം മികച്ചു നിന്നൊരു വാഹനമാണ്. ശരിക്കും ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. എന്തുകൊണ്ട് ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നുള്ളത് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ഇവരുടെ ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള ഗോൾഫ് ഇറങ്ങുന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതും ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇപ്പം വോക്സ് വാഗൻ പിടിച്ചു നിൽക്കുന്നത് പറഞ്ഞ പോലെ വിർച്ചസിലും അതേപോലെ തന്നെ ടൈഗൂണിലൊക്കെയാണ് നിൽക്കുന്നത്. സോ ഇതൊരു ഹോട്ട് സെല്ലിംഗ് ഹാച്ച് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പെർഫോമൻസ് ഹാച്ചിൽ തന്നെ വരുന്ന അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല റിലയബിലിറ്റിയും അതേപോലെ തന്നെ ഡ്രൈവിംഗ് മാനേഴ്സും ആണെങ്കിൽ അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്ന ഒരു വണ്ടി തന്നെയായിരുന്നു. എന്തുകൊണ്ടെന്ന് നമുക്ക് നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവാക്കൾക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു നഷ്ടം വരുന്നത്. കാരണം ഇത്രയും നല്ലൊരു വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തതുകൊണ്ട്. ഈ വണ്ടി രജിസ്റ്റർ ചെയ്തത് 2020 2020 രജിസ്റ്റർ ചെയ്ത ശേഷം ഒരു 3-4 കൊല്ലം ഓടിക്കഴിഞ്ഞു. ഇപ്പം 4 കൊല്ലത്തിനിടയ്ക്ക് 40,000 കിലോമീറ്റർ ക്രോസ് ചെയ്ത് കഴിഞ്ഞും ചെയ്തു. അപ്പം ഏകദേശം അത്യാവശ്യം നല്ല ലെവലിൽ ഓട്ടമുള്ളൊരു വണ്ടിയും കൂടിയാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു GT. അപ്പോൾ GTന്റെ നമ്മൾ സ്പെഷ്യാലിറ്റി ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ കാണാനുള്ള ലുക്കൊക്കെ പോളോ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഡ്യുവൽ ചേംബർ ഹെഡ് ലാമ്പാണ് വന്നിരിക്കുന്നത്. അതിൽ ഹാലജൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. സ്റ്റോക്കായിട്ട് ഹാലജൻ ആണ് വന്നിരിക്കുന്നത്. ഇതിലിപ്പം ഹൈ ബീമിലേക്ക് LED ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തൊട്ട് താഴെ തന്നെ ഇവിടെ ആണ് നമ്മുടെ ഫോഗ് ലാമ്പും വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹണികോംബ് ഗ്രില്ലാണ് ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുള്ളത്. ഈ ഒരു എയർ ഡാമും അത്യാവശ്യം എയർ എൻട്രി ഉള്ള ഒരു എയർ ഡാമാണ് വന്നിരിക്കുന്നത്. പിന്നെ മിഡിൽ തന്നെ വോക്സ് വാഗന്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സ്റ്റൈലിന് അതിനെപ്പറ്റി മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇവിടെ ഒരു ബോണറ്റിൽ തന്നെ ചെറിയൊരു ക്രീസ് ആയിട്ട് വന്നിട്ടുണ്ട്. വലിയ കട്ടും ക്രീസ് ഒന്നും കാണുന്നില്ല, ചെറിയൊരു ക്രീസ് മാത്രം ഈ ഒരു സൈഡ് പാനലിൽ മാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വാഷറൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കൊടുത്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരുന്നതിലേക്കുള്ള ആന്റിനാണ് വൈപ്പേഴ്സ് ആണ് വന്നേക്കുന്നത്. GTന്റെ സൈഡ് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 16 ഇഞ്ച് അലോയി ആയിരിക്കും കൊടുത്തിട്ടുള്ളത്. ബോക്സ് ആൻഡ് എംബ്ലൊക്കെ ആയിട്ട് കൊടുത്ത് നല്ല രസമുണ്ട് അത് കാണാനായിട്ട് തന്നെ. പിന്നെ ഈ ഒരു ലിപ്പൊക്കെ എക്സ്ട്രാ ആയിട്ട് വന്നതാണെന്ന് തോന്നുന്നുണ്ട്, വലിയ ഉറപ്പില്ല, ചോദിച്ചു നോക്കാം. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആക്ച്വലി 160 മില്ലിമീറ്ററിന്റെ അത്രേ ഉണ്ടാവത്തുള്ളൂ. കാരണം അത് പെർഫോമൻസ് ഹാച്ച് ആയതുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി അങ്ങനെ ആരും കൺസിഡർ ചെയ്യാറില്ല. പിന്നെ ഈ ഒരു ORVM ഇത് വന്നേക്കുന്നത് ബ്ലാക്ക് ആണ് വന്നേക്കുന്നത്, പിയാനോ ബ്ലാക്ക് ആണ്. ഇതിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ ഹാൻഡിൽ റിക്വസ്റ്റ് സെൻസറും അങ്ങനത്തെ ഒന്നും കൊടുത്തിട്ടില്ല. ഒരു കീ ഇടാനുള്ള ഒരു ഹോൾ മാത്രമുണ്ട്. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഒരു സ്റ്റിക്കർ ബോക്സ് പോലെയാണ്, പക്ഷെ ഇതൊക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്ന സാധനമാണ്. പിന്നെ ബാക്കോട്ട് വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ പോളോ ആയിട്ട് നമ്മൾ GTനെ വ്യത്യസ്തമാക്കുന്ന ഈ ഒരു ബാഡ്ജിങ് കാണുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. കാരണം ആ ഒരു സ്റ്റാൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും GT ആണോ GTI ആണോ അല്ല സാധാ പോളോ ആണോ എന്നുള്ളത്. പക്ഷേ ഈ ഒരു ബാഡ്ജിങ് കാണുമ്പോൾ മാത്രമേ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. പിന്നെ പെട്രോൾ ടാങ്ക് ഏകദേശം 45 ലിറ്റേഴ്സ് ഓഫ് ടാങ്ക് കപ്പാസിറ്റി ഇതിലുണ്ട്. GTന്റെ ബാക്കിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു TSI ബാഡ്ജ് കാണാം. പിന്നെ അതേപോലെ GT വേരിയന്റ് ഏതാ വേരിയന്റ് എന്നുള്ളത് കാണിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെയാണ് വൈപ്പർ വന്നിട്ടുണ്ട്. പിന്നെ ഡീഫോഗേഴ്സ് ഇതിന്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വാഷർ ഇതിന്റെ ജസ്റ്റ് മുകളിലായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബൂട്ട് ഓപ്പണർ ആയിട്ടുള്ള വന്നേക്കുന്നത്. ഏകദേശം 320 ലിറ്റേഴ്സിന്റെ അടുത്ത് നമുക്ക് ബൂട്ട് സ്പേസ് ഇതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് പ്രസ് ചെയ്തിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെയൊക്കെ ഒരു സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇൻബിൽറ്റ് ആയിട്ടാണ് സെൻസേഴ്സ് വന്നിട്ടുള്ളത്. നമുക്ക് GTയുടെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഇതിൽ ഡോറിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ വിൻഡോസിന്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെയുണ്ട്. പിന്നെ ഡോഴ്സിന്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെയാണ് വന്നേക്കുന്നത്.
ഇവിടെ ORVM കൺട്രോൾസ് ഉണ്ട്. പിന്നെ ഇത് ക്രോം ഹാൻഡിലാണ് വന്നേക്കുന്നത്. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു മാഗസിൻ ടൈപ്പുള്ള ലെവലും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു GTന്റെ ബാഡ്ജിങ് കാണാം. റൈറ്റ് സൈഡിൽ നമുക്ക് എല്ലാ പോളോയിൽ വരുന്ന പോലെ തന്നെയുള്ള ഹെഡ് ലാമ്പിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇങ്ങനെ റോട്ടറി സ്വിച്ച് പോലെയാണ് വന്നേക്കുന്നത്. ഇവിടെയാണ് ഹെഡ് ലാമ്പിന്റെ ലെവൽ അഡ്ജസ്റ്റർ വന്നേക്കുന്നത്. ഇവിടെ ഒരു AC വെന്റും ഇവിടെ കാണുന്നുണ്ട്. ദെൻ നമ്മുടെ സ്പീഡോമീറ്ററും അതേപോലെ തന്നെ RPM മീറ്ററും ഒക്കെ അനലോഗ് തന്നെയാണ് വന്നേക്കുന്നത്. മിഡിലിൽ ചെറിയൊരു കുഞ്ഞ് ഡിസ്പ്ലേ ഉണ്ട്. അതിൽ ചെറിയ നമ്മൾ എത്ര ദൂരം ഓടി എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാം. പിന്നെ ഫ്യൂവലിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ദെൻ ഇവിടെ ഒരു ഡ്രൈവർ ഫേസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ കാണാം. അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ IRVM ഓട്ടോ ഡിമ്മിംഗ് ആണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു റീഡിംഗ് ലാമ്പിന്റെ ഏരിയ കാണാം. ദെൻ ഇവിടെ ടിക്കറ്റ് ഹോൾഡറിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് ഒരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലൗ ബോക്സിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ് വന്നേക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ലൈറ്റും കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചൊരു പ്രാക്ടിക്കലി ഉള്ളതാണ്. പെർഫോമൻസ് ആച്ചാണെങ്കിലും കുറച്ചൊരു പ്രാക്ടിക്കലി ഉള്ള ഒരു വണ്ടിയും കൂടിയാണ് നമ്മുടെ GT. ഈ ഒരു സെൻട്രൽ കൺസോളിൽ നമുക്കൊരു 12 വോൾട്ടിന്റെ ഒരു ചാർജർ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഏരിയ ഉണ്ട്, മൊബൈൽ ഫോൺ വെക്കാനുള്ള ഒരു ഏരിയ ആണ്. അത് വിസിബിൾ ആകുന്നില്ല. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് വന്നേക്കുന്നത്. ഇവിടെ ടോർക്ക് കൺവേർട്ടർ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിൽ ഒരു ആംറസ്റ്റ് കൊടുക്കാമായിരുന്നു, പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ അത്യാവശ്യം നല്ല ബോൾസ്റ്റേഴ്സ് ഉള്ള ഒരു നമ്മുടെ സീറ്റാണ് വന്നേക്കുന്നത്. വിത്ത് ലെവൽ ഹെഡ് അഡ്ജസ്റ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. GTയുടെ പുറകിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടെയാണ് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു മാഗസിൻ ഹോൾഡർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ബാക്കിയുള്ള കൺട്രോൾസ് ഒക്കെ ഈ ഒരു ഏരിയയിൽ കാണുന്നുണ്ട്. പിന്നെ സ്പീക്കർ ഉണ്ട്, 4 സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രാക്ടിക്കൽ അല്ലാത്ത ലെവലിൽ ആകെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിലുള്ള ആൾക്കാർക്ക് കുറച്ചൊരു കൺജസ്റ്റഡ് ആയിരിക്കും. പിന്നെ ഇതിപ്പോൾ എൻ്റെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും അതേപോലെ തന്നെ ലെവലിലാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പം തന്നെ കണ്ടില്ലേ, തീരെ ലെഗ് സ്പേസ് ഇല്ല. ഹെഡ് റൂം അത്യാവശ്യമുണ്ട്, തരക്കേടില്ലാത്ത ഹെഡ് റൂം ഉണ്ട്. പിന്നെ ഹെഡ് അഡ്ജസ്റ്റർ ഒക്കെ കുഴപ്പമില്ല, അതൊക്കെ ഫിക്സഡ് അല്ല, ഹെഡ് അഡ്ജസ്റ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് റിയർ AC വെന്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇത് തൈ സപ്പോർട്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത തൈ സപ്പോർട്ട് ഉണ്ട്. ഇവിടം വരെ നമുക്ക് സീറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഈ മനോഹരമായ GTയുടെ നമ്മൾ എക്സ്റ്റീരിയർ ഇന്റീരിയർ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് പ്രാക്ടിക്കൽ ആസ്പെക്റ്റുള്ള കാര്യങ്ങളും ചെറിയ തോതിൽ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഓണറെ പരിചയപ്പെടാം. അപ്പം ഇതിന്റെ ഓണർ വെൽക്കം ചെയ്യാം. ഹൈ, ഇത് ആണ് നമ്മുടെ ഓണർ. അപ്പം മനോഹരമായ വണ്ടിയുടെ സുന്ദരിയായ ഓണറാണ്. ഇനി ഓണർ തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ ഡോക്ടർ സ്റ്റെഫി. ഓക്കെ, ഞാൻ കോഴിക്കോടാണ് സ്വദേശം. ഇപ്പൊ ഇവിടെ വയനാട് വന്നിട്ട് കുറച്ച് വർഷമായി. ഇവിടെ ഒരു ഹെൽത്ത് സർവീസിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. ഓക്കെ ഡോക്ടർ, അപ്പോ വണ്ടീനെ പറ്റി ഒന്ന് പറയാവോ? ഓക്കെ, ഞാൻ ഈ വണ്ടി മേടിക്കുന്നത് 2020 നവംബറിലാണ്. അപ്പം അന്ന് പക്ഷെ ഹൈ ഡിമാൻഡ് ആയിട്ട് നിൽക്കുന്ന വണ്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കോഴിക്കോടാണെങ്കിലും അവിടുന്ന് നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അവസാനം എറണാകുളത്ത് നിന്നാണ് ബുക്ക് ചെയ്തിട്ട് പിന്നെ കോഴിക്കോട് വന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ ചെയ്തത്. കോഴിക്കോട് കിട്ടാനില്ലായിരുന്നോ? ഉണ്ടായിരുന്നു, പക്ഷെ നല്ല വെയിറ്റിംഗ് പീരീഡ് അതുകൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടാനുള്ളതുകൊണ്ട് എറണാകുളത്ത് നിന്ന് പോയി എടുത്തതാ. പിന്നെന്താ പറയാ, ഇതുവരെ ഇപ്പം ഒരു 40,000 കിലോമീറ്റർ നമ്മൾ പോയിട്ടുണ്ട്. ലോങ് ഏറ്റവും കൂടുതൽ ദൂരം പോയി ഒന്ന് ഗോവ പോയിട്ടുണ്ട്, പിന്നെ ബാംഗ്ലൂർ പോയിട്ടുണ്ട്. GTയുടെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും പഴയ വണ്ടിയെ കമ്പയർ ചെയ്യുമ്പോൾ പഴയത് ഏതാ യൂസ് ചെയ്തത്? i20 ആണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. അപ്പം അതിന്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ തന്നെ മുന്നിലാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് എടുക്കാനുള്ള കാരണം. ഇത് നേരത്തെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നോ? ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു എടുക്കുന്ന സമയത്ത്. പക്ഷെ ഫസ്റ്റ് ബേസ് തന്നെ എന്തായാലും എടുക്കും എന്നുള്ള ഡിസിഷൻ എടുത്തിരുന്നു. ഡോക്ടർ, എന്തുകൊണ്ടാണ് GT എടുക്കാൻ കാരണം? അപ്പം പോളോയിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നല്ലോ, അപ്പം GT എടുക്കാൻ എന്തായിരുന്നു കാരണം? ഓക്കെ, അത് എന്തായാലും ഞാൻ മുമ്പ് എന്റെ ഫ്രണ്ടിന്റെ കാറ് എടപ്പള്ളി ബൈപ്പാസ് ഓപ്പൺ ചെയ്ത സമയത്ത് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ ആ സമയത്ത് അത് GT ആയിരുന്നു. അപ്പൊ ആ ഓടിച്ചപ്പോ ആ ഒരു ഡിഫറൻസ് നമ്മൾ യൂസ് ചെയ്തതിന്റെ കാരണം ആ ഒരു പെർഫോമൻസിന്റെ ആ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. അതെന്തായാലും സൂപ്പർ. അതുകൊണ്ട് ഓടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് മാറിയപ്പോൾ ഒരു വ്യത്യാസം. അതുകൊണ്ട് ചടി പിടിച്ചെടുത്തു. ഈ ജർമ്മൻ കാർസിൽ എസ്പെഷ്യലി ഈ വോക്സ് വാഗന്റെ നമ്മുടെ സ്റ്റെബിലിറ്റിന്റെ കാര്യത്തിനെ പറ്റി നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പെർഫോമൻസ് ഓൾറെഡി ഉണ്ട്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് വല്ലതും ലൈഫിൽ ഉണ്ടായിരുന്നോ?
യെസ്. ഒരു ദിവസം മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയിരുന്നു. ഓക്കെ. അപ്പം അവിടെ തുടങ്ങിയ സമയത്ത് കൊണ്ട് സ്പീഡ് ലിമിറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് എപ്പോഴും വണ്ടി ട്രൈ ചെയ്ത് നോക്കാനും പറ്റിയൊരു അവസരമായിരുന്നു. അപ്പം അന്ന് ഒരു കാരണം സ്പീഡ് ഇതിന്റെ നമ്മൾ വാർണിംഗ് അടിക്കുമല്ലോ, 80 കഴിഞ്ഞ പിന്നെ 100 കഴിഞ്ഞ പിന്നെ 120 കഴിഞ്ഞാലാണ് ടിങ് 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 സ്പീഡിൽ. അപ്പൊ അത് അടിച്ചപ്പോഴാണ് ആക്ച്വലി ഇത്രയും സ്പീഡിലാണ് കാർ പോകുന്നതെന്നുള്ളത് നമ്മളെല്ലാരും ഉള്ളിലില്ല എല്ലാരും മനസ്സിലാക്കിയത്. പിന്നെ വിൻഡോ കയറ്റിയിട്ടുള്ളൂ, വിൻഡോ താത്തിയപ്പോൾ ആ സൗണ്ട് കാരണം മനസ്സിലായി. പക്ഷെ അതുവരെ ആ ഒരു സ്റ്റെബിലിറ്റി, സ്ട്രേറ്റ് റോഡ് സ്റ്റെബിലിറ്റി അതും ഭയങ്കര സൂപ്പറാണ്. നമ്മൾ അറിഞ്ഞ പോലും ഇല്ല അത്ര സ്പീഡ് പോയത്. ശരി ശരി ശരി. അടുത്തൊരു മേജർ കൺസേൺ വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാൻ പാടില്ല ഈ ഒരു വണ്ടിനെ വെച്ചിട്ട്, എന്നാലും ചോദിക്കാണ്, മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജ് പറയുമ്പോൾ അത് നമ്മൾ ഡ്രൈവിംഗ് കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ച് ഇരിക്കും. ഒരു നോർമൽ യൂസില്, റെഗുലർ യൂസിന് ഒരു ആവറേജ് പറയാം ഒരു 12 ഒക്കെ ആയിരിക്കും ആവറേജ് കിട്ടുന്നത് സിറ്റി യൂസിന്. ഹൈവേസിൽ ട്രാഫിക് ഒക്കെ നമുക്ക് നല്ല പോകാൻ പറ്റുമെങ്കിൽ ഒരു അപ് ടു ഒരു 17-18 വരെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് മൈലേജ്. അതെ അതെ. പക്ഷെ അത് ഇങ്ങനത്തെ ഒരു ഡ്രൈവിംഗ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത്രയും കിട്ടാറുണ്ട്. ഇനി അടുത്തൊരു മേജർ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ആണ്. സർവീസ് ഈ വോക്സ്വാഗൻ വണ്ടികൾക്ക് പണ്ട് മുതലേ ഉള്ള ഒരു പേരുദോഷം എന്ന് പറയുന്നത് നല്ല മെയിൻ്റനൻസ് കോസ്റ്റ് ആയിരിക്കും. അപ്പൊ അത് എങ്ങനെ ഇതിന് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയിരുന്നോ, അല്ല അതേപോലെ തന്നെയാണോ പോകുന്നത്? അത് പറഞ്ഞാല് കുറച്ച് ഹൈ മെയിൻ്റനൻസ് വണ്ടി തന്നെയാണ്. കാരണം നമ്മൾ ആ ജർമ്മൻ ബിൽറ്റും അതൊക്കെ കൊണ്ടായിരിക്കാം ആ ഒരു ഹൈ കോസ്റ്റും വരുന്നത്. സ്റ്റിൽ നമ്മളൊരു സർവീസിന് കൊടുക്കുമ്പോൾ നമ്മൾ ഇത് യൂഷ്വൽ ഇതേ സെഗ്മെന്റിലുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഹൈ കോസ്റ്റ് തന്നെയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഞാൻ കാലിക്കറ്റിനാണ് സർവീസ് ചെയ്യാറ്, ഫോക്സ്വാഗന്റെ ഇത് തന്നെയാണ് സർവീസ് ചെയ്യാറ്. അതൊക്കെ നല്ലതാണ്. പക്ഷെ ഒരു പൈസ ആവാറുണ്ട്. അതിപ്പോ ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 12,000 അടുത്തൊക്കെ വരാറുണ്ട്. പിന്നെ ലാസ്റ്റ് ടൈം ആണെങ്കിൽ ബാറ്ററി ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടി വന്നോണ്ട് ഒരു 18K അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് ABS സെൻസർ ഒരു ഇഷ്യൂ ആണ്. അത് എനിക്ക് കുറച്ച് പേര് പറയുന്നുണ്ട് തോന്നുന്നു. മൺസൂൺ സീസണിലൊക്കെ കുറച്ച് ABS സെൻസർ കുറച്ച് പെട്ടെന്ന് പോകുന്നതായിട്ട് ശ്രദ്ധിച്ചു. ഇപ്പൊ ഇതുവരെ 4 ഇതുവരെ ഈ 4 ഇയേഴ്സിന്റെ ഉള്ളിൽ എനിക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അത് വാറന്റി പീരീഡിലായതുകൊണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ്, ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ മാറ്റി റീപ്ലേസ് ചെയ്ത് കിട്ടി. അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പം ആണില്ല, പക്ഷെ നമ്മളിങ്ങനെ ഓരോ ഫോറംസിലൊക്കെ കാണുമല്ലോ, അങ്ങനെ കണ്ടപ്പോൾ ABS സെൻസർ ആണ് എല്ലാവരും ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നത്. അവര് പറഞ്ഞു ഇപ്പം പഴയ ഇപ്പൊ പുതിയ സെൻസർ വന്നിട്ടുണ്ട്. അപ്പം ഇപ്പൊ മാറ്റിയതൊക്കെ പുതിയതായിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് ഒറിജിനലി വന്നത് പഴയ ടൈപ്പ് ആയിരുന്നു. അപ്പൊ അതിന് അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നാൽ പുതിയ അങ്ങനെ വരില്ല എന്നാണ് അവര് പറയുന്നത്. പുതിയ മാറ്റിയിട്ട് അതിന് ഇത് വന്നിട്ടില്ല, കുഴപ്പമില്ല. പിന്നെ ഒരു പാട്ട് മാറ്റേണ്ടി വന്നത് നമ്മുടെ ഈ ഔട്ട്സൈഡ് റിയർവ്യൂ മിറർ ഇല്ലേ, അതിന്റെ നോബ് ഉണ്ട് ഉള്ളില്. അത് ഒരു പ്രാവശ്യം മാറ്റേണ്ടി വന്നു. അത് ജസ്റ്റ് ഒന്ന് പൊട്ടി ഒരു പ്ലാസ്റ്റിക് സാധനം കയ്യിൽ വന്നിട്ടേ ഉള്ളൂ. പക്ഷെ അതിന് 5,000 rupees ആയി മാറ്റാൻ. അപ്പൊ അത് ഞാനൊരു എന്താ പറയാ ജസ്റ്റ് ഒട്ടിച്ചാ പോലെ, അപ്പൊ അതുപോലെ അത് ഫുൾ മാറ്റണം. അപ്പൊ പിന്നെ അത്രയും പൈസയായി. അതെന്റെ അതിന്റെ വയറിംഗ് ഇലക്ട്രിക് ആണെന്ന് തോന്നുന്നു. അപ്പൊ അതൊക്കെ മാറ്റേണ്ടി വന്നു. ചെറിയ പണികളൊന്നും ഇല്ല. അപ്പം 4 years ആണ് നമ്മള് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന വാറന്റി പീരീഡ്. അപ്പൊ പിന്നെ ഇത്രയും ഒരു കോസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ABS സെൻസർ ഒക്കെ വാറന്റിയിലായതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് മാറ്റി കിട്ടിയല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ആ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു 2 year എക്സ്റ്റൻഷൻ അവര് തന്നെ തരുന്നുണ്ട്. അതും കൂടെ എന്തായാലും ഇപ്പൊ എടുത്തെടുത്തു ഞാൻ. അതിന് ഓൾമോസ്റ്റ് ഒരു 28,000 ഒക്കെ. പക്ഷെ ഒരു 4 പ്രാവശ്യം അതിന്റെ ഉള്ളിൽ ABS സെൻസറോ ഇതൊക്കെ മാറ്റിയാൽ പിന്നെ അറിയില്ല, ഗിയർ ബോക്സ് ഒന്നും പറ്റില്ലായിരിക്കും. പക്ഷെ അഥവാ ഗിയർ ബോക്സ് ഒക്കെ എന്തെങ്കിലും വന്നാലും ഒരു 2 lakh 3 lakh ആ ഒരു റേഞ്ചിൽ വരില്ല. അപ്പൊ അതിൽ അന്ന് റിഗ്രറ്റ് ചെയ്യുന്നില്ല, നല്ലത് ഇപ്പൊ എടുക്കുന്ന അങ്ങനെ എടുത്തതാണ്. ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു മേജർ കൺസേൺ പറയുന്നത് ഇത് ആക്ച്വലി ഒരു പെർഫോമൻസ് വണ്ടിയാണ്. എന്നിരുന്നാലും നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ ബാക്കിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അത്ര സ്പേസ് തോന്നിയില്ല. എനിക്ക് അതായത് ഒരു ഡീമറിറ്റ് ആയിട്ട് തോന്നിയത്. അത് എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞത്? അത് ഈ പോളോ GT-നെ കുറിച്ച് ജനറലി എല്ലാവരും പറയുന്ന വെറീഡ് ആയിട്ടുള്ള ഒരു ഡീമറിറ്റ് തന്നെയാണ്. കാരണം ബാക്കിൽ ഫ്ലോറിൽ ഹമ്പും കൂടെ വരുന്നതുകൊണ്ടും ലെഗ് സ്പേസും കുറവാണ്. അപ്പം കുറച്ചൊരു കംഫർട്ടബിൾ അത് നോക്കുവാണെങ്കിൽ കുറച്ച് കുറവ് തന്നെയാണ്. പക്ഷെ നമുക്ക് അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം ആ ഒരു നമ്മൾ കൂടുതൽ ഒരു പെർഫോമൻസ് ഇതിന് വേണ്ടിട്ട് എടുത്തതാണല്ലോ. ബട്ട് അത് ബാക്കി അങ്ങനെ ഒരു ഫാമിലി യൂസിന് വേണ്ടി മെയിൻ ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഡോക്ടറെ, ഇപ്പൊ 4 കൊല്ലമായാലും വണ്ടി ഇപ്പൊ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇനിയൊരു അപ്ഗ്രേഡേഷന് ചാൻസ് ഉണ്ടോ? ഈ വണ്ടി ഒഴിവാക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഇത്രയും നാൾ യൂസ് ചെയ്ത് വെച്ചിട്ട് ആസ് ഓഫ് നൗ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം അത്രയും കംഫർട്ടബിൾ ആണ് ഞാൻ ഈ വണ്ടിയായിട്ട്. പിന്നെ വണ്ടി ഇപ്പൊ എടുത്തു പോവുകയാണെങ്കിൽ തന്നെ ഇതിന് എന്താ പറയാ നല്ലൊരു റോഡ് പ്രസൻസ് ആണ്. പിന്നെ പെർഫോമൻസ്, കംഫർട്ടബിൾ അതൊക്കെ ഓൾറെഡി അറിയാലോ.
പിന്നെ ഈവൻ ഇപ്പൊ നമ്മള് വണ്ടി എന്തെങ്കിലും വാഷ് ചെയ്യാനോ എവിടെയെങ്കിലും കൊണ്ട് നിർത്തുവാണെങ്കിൽ തന്നെ ഒരു രണ്ടുപേരെങ്കിലും ചോദിച്ചിരിക്കും. എസ്പെഷ്യലി ഇങ്ങനെ വാഷ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് കൂടുതൽ കാർ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ അവരെന്തായാലും ചോദിച്ചിരിക്കും വണ്ടി കൊടുക്കുന്നുണ്ടോ ഞാൻ ഇല്ല കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആൾക്കാർ ചോദിക്കുമ്പോഴാണ് അത്രയും ഡിമാൻഡ് നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാവുന്നത്. ഈവൻ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി. അതാണ് ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടത്. എന്തായാലും ഇതില് ഭയങ്കര എന്താ അത്രയും എന്തായാലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് മിക്കവാറും ആരും കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. അതെ അതെ. ഇനി വേറൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ അത് എടുത്തിട്ട് ഇത് കൊടുക്കാണ്ട് തന്നെ വെച്ചിട്ട് അത് വേറെ എടുക്കാനേ ചാൻസ് ഉള്ളൂ എന്ന് തോന്നുന്നു. ഡോക്ടറെ, വണ്ടി എടുത്ത ശേഷം വേറെ എന്തെങ്കിലും എക്സ്ട്രാ വർക്കുകളോ എല്ലാം ചെയ്തിരുന്നോ? അങ്ങനെ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ട ആവശ്യം തോന്നിയിട്ടില്ല. ആകെ നമ്മുടെ ഹൈബീം മാത്രം ഒന്ന് LED ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിരുന്നു. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, എക്സ്ട്രാ ചെയ്തിട്ടുള്ളൂ. ഈ ബമ്പർ ലിപ്പിനെ പറ്റി ഇത് നേരത്തെ ഇൻബിൽറ്റ് ആണോ? എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അല്ല, ഇൻബിൽറ്റ് തന്നെയാണ്, നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല. ഡോക്ടർ, റൈഡിംഗ് ഹാൻഡ്ലിങ്ങിനെ പറ്റി പറഞ്ഞു. ഇനിയിപ്പോ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സിനെ പറ്റി ഒന്ന് പറയാവോ? ഓക്കെ. അപ്പൊ കുറെ പേര് അതിനെ കുറിച്ച് ഒരു ഇതുണ്ടായിരുന്നു, സംശയം ഉണ്ടായിരുന്നു. കാരണം മുമ്പ് DSG ആയിരുന്നല്ലോ ഇതിന്റെ GT ഫേമസ് ആയിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്കൊന്ന് അതിൽ കുറച്ച് മൈലേജിന്റെ ഇഷ്യൂസ് ഒക്കെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു അവര് എന്തായാലും ടോക്ക് കൺവേർട്ടറിലേക്ക് മാറ്റാൻ കാരണം. അപ്പൊ എന്തായാലും അതിൽ കൊണ്ടൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ആ ട്രാൻസിഷൻ ഗിയർ ട്രാൻസിഷൻ ഒക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം ഇതേ സെഗ്മെന്റിലുള്ള വേറെ ഓട്ടോമാറ്റിക് വണ്ടികൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ ഒരു ഓവർടേക്ക് ചെയ്യുകയാണെങ്കിലും ആ സമയത്തൊക്കെ ഉള്ള ഒരു പെട്ടെന്നുള്ള ഗിയർ ട്രാൻസിഷൻ കാരണം മാരുതിയിലൊക്കെ നമ്മളത് എക്സ്പെക്ട് ചെയ്തിരുന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. അപ്പം അത് ഞാൻ വേറെ വണ്ടി നമുക്ക് ഫീൽ ചെയ്യുന്നു ആ ഒരു ട്രാൻസിഷനെ. അപ്പൊ ഒരു വലിവുണ്ടാവും ബാക്കോട്ട്. പക്ഷെ ഇതിന് തീരെ ഒട്ടുമില്ല. കാരണം അത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് പോവാറ്. അത് വളരെ നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഈ സ്പോയിലർ ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ഇത് ശരിക്കും അഡീഷണൽ ചെയ്തതാണോ അല്ല ഇൻബിൽറ്റ് ആയിട്ട് വന്നതാണോ? ആക്ച്വലി ഈ ചോദ്യം എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഇത് വേറൊരു കളറായിട്ട് എടുത്ത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് എടുത്ത് നിൽക്കുന്നോണ്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി ഇത് ഇതിന്റെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വന്നതാണ്. എനിക്കൊന്ന് അതിന്റെ ആ ഒരു എയറോഡൈനാമിക് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അത് ഓൾറെഡി ഉള്ളത് തന്നെയാണ്. പിന്നെ എനിക്കൊരു ഡിമെറിറ്റ് ആയി തോന്നിയത് ഇതിലൊരു ക്യാമറ കുറവുണ്ടായിരുന്നു. ബാക്ക് ക്യാമറ അത് ശരിക്കും അത് എഫക്ട് ചെയ്തിരുന്നോ? അത് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം സെൻസർ ഉണ്ട്, സൗണ്ട് ഉണ്ട്. പക്ഷെ അത് ക്യാമറ ഉള്ള വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ എക്സ്ട്രാ വെക്കുകയാണെങ്കിൽ. ശരി. ഇതിപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ശരിക്കും അത് കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ള തോന്നലുണ്ടായിരുന്നോ? അത് ശരിക്കും ഒരു ചെറിയ കാര്യമാണ്. വേണമെങ്കിൽ കൊടുത്താൽ കുറച്ചുകൂടെ നന്നാവും തോന്നിയിട്ടുണ്ട്. ഓക്കെ ഡോക്ടറെ, അപ്പൊ ഓൺ റോഡ് ഇത് അന്ന് എത്ര കൊടുത്തു? അന്ന് ഇത് 11.4 lakhs ആയിട്ടുണ്ട് അന്ന് ഓൺ റോഡ് പ്രൈസ്. ഓക്കെ. ഇപ്പം ഇത് വീട്ടില് സംസാരിച്ചിരുന്നോ വണ്ടി എടുക്കുന്നതിനെ പറ്റിയിട്ട്? ഓഫ് കോഴ്സ്. ആക്ച്വലി എന്റെ ഫാമിലിനെയാണ് ഇത് എടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത്. എന്റെ ഇപ്പൊ പറയുകയാണെങ്കിൽ എന്റെ ഡാഡിയും അനിയൻ റിച്ചിയും ഒക്കെ ഭയങ്കര ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് ആണ്. അപ്പം അവർക്ക് എന്തായാലും ഒരു ഡ്രൈവേഴ്സ് കാർ ആണല്ലോ ഈ സെഗ്മെന്റിൽ ഈ കാർ. അപ്പം അവർ തന്നെയാണ് എടുക്കാനുള്ള മോട്ടിവേഷൻ ഒക്കെ തന്നത്. എന്തായാലും വർത്തിട്ടായിരുന്നു. അതുകൊണ്ട് ഞാനും ഹാപ്പിയാണ്. അല്ല, അവരാണോ കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഡോക്ടറാണോ യൂസ് ചെയ്യുന്നത്? ഞാനാണ്. കാരണം വണ്ടിയുടെ ആയതുകൊണ്ടും അവര് നാട്ടിലായതുകൊണ്ടും ഞാൻ യൂസ് ചെയ്യുന്നത് ഞാനാണ്. പക്ഷെ അവരെപ്പോഴും ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ അവര് പിന്നെ ഈ കാർ എടുക്കുള്ളൂ, വീട്ടിലുള്ള കാർ എടുക്കില്ല. ഓക്കെ. അപ്പൊ 4 കൊല്ലം യൂസ് ചെയ്യുന്നു. ഇതുവരെ എന്തെങ്കിലും ഇഷ്യൂസ്, അതായത് ഒരു ആക്സിഡന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചിരുന്നോ? ഇല്ല, എന്തായാലും ഞാനായിട്ട് എന്തായാലും അങ്ങനത്തെ ഒരു ആക്സിഡന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഭാഗ്യമുണ്ട്. പിന്നെ എന്താ ഇത് കാരണം ഈ ഒരു കാർ പിന്നെ ചൂസ് ചെയ്യാൻ വേറൊരു ഇമ്പോർട്ടന്റ് കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. കാരണം നമുക്കൊരു ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട് ഈ ഫോക്സ് വാഗണിൽ. കാരണം ജർമ്മൻ ബിൽഡ് തന്നെ ആയതുകൊണ്ടും, കാരണം ഒരു വണ്ടി ഇടിച്ചാൽ തന്നെ നമ്മൾ സേഫ് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതും ഒരു കാരണമാണ് എടുക്കാൻ എന്തായാലും. ഇതിനിപ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണല്ലോ, അപ്പൊ നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻസിൽ ഇതൊരു പ്രശ്നമാകത്തില്ലേ? അത് ചില സമയത്ത് ചില അങ്ങനത്തെ ടെറൈൻ ഉള്ളപ്പം, കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട് അടി തട്ടുന്ന ഇത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ഓൾറെഡി അറിയുന്നതുകൊണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ബാക്കിൽ വെയിറ്റുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഇറക്കി ഒന്ന് എടുക്കേണ്ടി വരാറുണ്ട്. അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടല്ലോ. അങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അത് എവിടെ നമ്മളിപ്പം ഈ പോട്ടോൾസ് ഒക്കെ വരുമ്പോ ഉള്ള പ്രശ്നമാണോ? ഹമ്പിലൊന്നും നോർമലി ഉള്ള പ്രശ്നമില്ല. ചില ബിൽഡിംഗ്സോട്ടൊക്കെ എൻട്രൻസിന്റെ അവിടെയൊക്കെ ഒരു ഇങ്ങനെ കയറ്റായിട്ടൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഭയങ്കര സ്റ്റീപ്പായിട്ട് ഇറക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല. അങ്ങനത്തെ കണ്ടീഷനിലും. അല്ലാണ്ട് നോർമലി റോഡിൽ കൂടെ പോകുമ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ബാംഗ്ലൂരും അതേപോലെ മൈസൂർ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അബ്നോർമൽ ഹംസ് വരുന്നുണ്ടല്ലോ. ഹമ്പിൽ ഇതുവരെ വലിയ ഹംസ് അങ്ങനെ ചെറുതായിട്ട് നമ്മൾ കുറച്ച് അധികം സ്പീഡിൽ പോയി ശ്രദ്ധിച്ചില്ലെങ്കിൽ അടി തട്ടും. ശരി. അപ്പോൾ ഡോക്ടറെ, ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ഈ വേളയിലും
വൈകിയ വേളയിലാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, സോ നല്ലൊരു ഹാപ്പി മോട്ടറിംഗ് നേരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ശരി.